അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹബഹുമാനമുള്ള TTQ ഓൺലൈൻ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, اللهم يسر ولا تعسر رب زدنا علما كثيرا. സൂറത്ത് ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. فقد كذبوكم بما تقولون فما تستطيعون صرفا ولا نصرا ومن يظلم منكم نذقه عذابا كبيرا. ഓക്കെ, ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, പിന്നെ സുക്കൂന് വന്ന സ്ഥലങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് സൊറഫൻ എന്നുള്ള സൊറഫൻ, അതേപോലെ നസ്ര, അതേ വമയ്യദ്ലിം അവിടെയൊക്കെ എന്താണ്, കൽക്കലയല്ല, ഒരു ഇൽഹാർ രൂപത്തിലേക്ക് പോയി പോകുന്നുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ വമയ്യദ്ലിം മിൻകും നുദിഖുഹു ഹു എന്ന് ഒരു ചെറിയൊരു മദ് വന്നു. നുദിഖുഹു അദാബൻ കബീറ. ഓക്കെ, ഇസ്ലാം കായിദ് ഒന്ന് തഹജീം ചെയ്തോളൂ. ഇസ്ലാമൊക്കെ പോയോ? ഓക്കെ, ഷിഫിൻ. فتح فا قاف فتح مفخمة فقا دال سكون مقلقلة ദാൽ സാക്കിന മുക്കൽക്കല എന്ന് പറയലാണ്. دال ساكنة مقلقلة فقد كاف فتحة كا ذال شدة بفتحة كذا با فتحة ബാ ضمة وعمة طبيعي حركتان. واو مد طبيعي حركتان كذبوا كاف ضماكو كذبوكو ميم مفا عند الباء ميم ساكنة مخفى. ميم ساكنة مفا عند الباء المكسورة كذبوكم بغنى حركتين. ميم ساكنة مخفى عند الباء المكسورة بغنة حركتين كذبوكم بي. ميم فتحة ألف مد طبيعي حركتان بما
ഓക്കെ, وقد كذبوكم بما വെരി ഗുഡ്, അൽഹംദുലില്ലാ, ബറക്കല്ലാഹു ഫീക്. وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. ഓക്കെ സെലിനത്ത, അവിടെ ഹബ എന്ന് നിർത്തിയാൽ പോരാ, ഹബ എൻ എന്നാണ് ഒരു വാക്കാണ്, അപ്പം അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിർത്തേണ്ടത്. അതേപോലെ ഫഖദിംന ഇല, രണ്ട് മദ്ദും ഏകദേശം ഒരേപോലെ പോയി പോകുന്നുണ്ട്. മദ് സാധാരണ മദ്ദും അസാധാരണ മദ്ദും നമുക്ക് പാരായണത്തിൽ അറിയണം. വഖദിംന ഇല മാ അമിലു, അങ്ങനെ. ഓക്കെ, അതുപോലെ അവിടെ വഖഫ് ചെയ്ത് കൊടുത്തും ശ്രദ്ധിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. وقدمنا إلى واو فتحة قاف فتحة مفخمة قا دال كسرة دي قدي ميم ساكنة മുളഹറ. ميم ساكنة مظهرة قبل نون المفتوحة ألف مد منفصل جائز اثنان أو أربعة أو خمسة حركات ألف همسة كسرة إي قدمنا إي لام فتحة ألف مد لينة ألف لينة مد طبيعي حركتان إلى وقدمنا إلى ആയത്ത് ഓതിക്കോളൂ. وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ. أصحاب الجنة يومئذ خير مستقرا وأحسن مقيلا. അവിടെ ഇതൊന്ന് ടാഗ് ചെയ്ത് നോക്കി. أصحاب الجنة ألف همزة فتحة أ صاد سكون صاد سكون أس ح فتحة ألف مد طبيعي حركتان أصحاب ضماد أصحاب همزة وصل تسقط وصلا نبدأ بأ لام شمسي لام قمرية الجيم فتحة جاء ലാം ഖമരിയ മുളഹറ. قمرية مظهرة الجيم فتحة جاء الجاء أصحاب الجاء نون شد فتحة بغنة നൂന് ഷദ്ദ ഫത്ഹ എന്നല്ല പറയണ്ടേ, നൂന് ഹർഫ് ഉന്ന മുഷദ്ദദ ബിൽ ഫത്ഹ. حرفهن مشددة ബിൽ ഫത്ഹ. الجنة تاه كسرة عند الوقف താ കസ്ര എന്തൽ വഖഫ് എന്നൊന്നും താ കസ്ര തീ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. അല്ലെങ്കിൽ ഹാ സാക്കിന എന്തൽ വഖഫ് പറയണം, വഖഫ് ചെയ്യുകയാണെങ്കിൽ. ഞാൻ വഖഫ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. الجنة أصحاب الجنة. ഓക്കെ, فقد كذبوا بما تقولون فما تستطيعون صرفا ولا نصرا ومن يظلم منكم نذقه عذابا كبيرا. കമറുത്ത ശ്രദ്ധിക്കണേ, ഖുർആനാണ് പാരായണം ചെയ്യുന്നത്. وقال الذين لا يرجون لقاءنا അവിടെ ഒരു മിനിറ്റ് ഷാജിദത്ത, ലിഖാഅന എന്നുള്ളിടത്തുള്ളത് മദ് മുത്തസിലാണ്. അപ്പം നിർബന്ധമായിട്ടും അതെന്ത് ചെയ്യണം, 4-5 ഹർക്കത്ത് ദീർഘം കൊടുക്കണം. ലൗല എന്നുള്ളത് ഓക്കെ, നമുക്ക് കുറയ്ക്കാൻ ഇതുണ്ട്. ഓക്കെ, ഒന്നുകൂടി ഓതും. അവിടെ لقاءنا لولا أنزل علينا الملائكة أو نرى ربنا لقد استكبروا في أنفسهم وأتوا عتوا كبيرا. അതേപോലെ പിന്നെ ഇതും ചെല്ലുക, ഹർഫിനെയും ശ്രദ്ധിക്കുക, മഖ്റജ്
അയിനൊക്കെ അതൗ എന്നല്ല വഅതൗഅതുവൻ കബീറ. ഓക്കെ ഇൻഷാ അല്ലാ. കുഴപ്പമില്ല, ശരിയായിക്കോളും. നമ്മൾ ആ ഒരു രീതിയിൽ അങ്ങോട്ട് വന്നാൽ മതി. ബാക്കി കണ്ട് റെഡിയാക്കും, പഠിച്ചോന്നില്ല ഇൻഷാ അല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. ഓക്കെ, നമ്മളൊരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ശ്വാസം കിട്ടൂല എന്ന് തോന്നുകയാണെങ്കിൽ وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا എന്ന് മുറിച്ച് ചോദിക്കാൻ മതി ശ്വാസം കിട്ടൂലെങ്കിൽ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വഖഫ് ചെയ്യുന്നതൊക്കെ നമുക്ക് ശ്വാസം കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ വഖഫ് ചെയ്യുന്നത് ഖുർആൻ പാരായണത്തിനൊരു അത് ഇൽമു തജ്വീദ് എന്ന് പറഞ്ഞൊരു പോർഷൻ തന്നെ വരാൻ കാരണം അതാണല്ലോ. ഖുർആൻ പാരായണത്തിനൊരു രീതിശാസ്ത്രമുണ്ട്, അതാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഓക്കെ ഇൻഷാ അല്ലാ. ഗംഭീരമായിട്ട് പാരായണം ചെയ്യാൻ കഴിയും നിങ്ങൾക്ക്. ഒന്ന് മനസ്സിലെ പേടിയെ കൊണ്ട് മാറ്റുക, ഒന്ന് നല്ലോണം ബ്രീത്ത് എടുക്കുക, ശ്വാസം നല്ലോണം ബ്രീത്ത് എടുത്തിട്ട് പാരായണം ചെയ്താൽ മതി. ഓക്കെ, കിട്ടും നിങ്ങൾക്ക്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ما عملوا من عمل فجعلناه لا ما عملوا من عمل ميم مد طبيعي حركتان ما عين فتحة عين ميم كسرة مي عمي لام ضمة واو مد طبيعي حركتان ألف صفر مستدير لا ينطق عملوا ما عملوا ميم كسرة مي نون ساكنة مظهرة قبل العين المفتوحة من ميم فتحة ما لام تنوين بالكسرة. തൻവീനിൽ കസ്ര മതി, അമലിൻ അത്ര മതി, മറ്റേ ഞാൻ കൊടുത്തില്ല. ഓക്കെ ഓക്കെ, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. നല്ല ഉഷാറായിട്ട് തഹജ്ജുദ് ചെയ്തിട്ടുണ്ട്, അൽഹംദുലില്ലാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقد كذبوكم بما تقولون فما تستطيعون ولا نصرا. ومن يظلم منكم نذقه عذابا كبيرا. ഓക്കെ, ഞാനിത് ഫസ്റ്റ് തന്നെ ഞാൻ ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നെ കുറേ തെറ്റുകൾ നിങ്ങളും വരുത്തി. വമൻ യദ്ലിമു എന്ന് പറയാൻ വമൻ യദ്ലിം മിൻകും നുദിഖുഹു വേണ്ട, നുദിഖുഹു അദാബൻ കബീറ. ഓക്കെ, അതേപോലെ യസ്തതിഊന യസ്തതിഊന സർഫൻ വലാ നസ്റ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ഫാത്തിമത്ത, ഇൻഷാ അല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും. وقال الذين لا يرجون لقاءنا لولا أنزل علينا الملائكة أو نرى ربنا لقد استكبروا في أنفسهم وعتوا عتوا كبيرا. ഓക്കെ, ഉഷാറായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് നിർത്തിയല്ലോ, ലൗലാ ഉൻസിൽ എന്നാണ്. അവിടെ ലാമിന് സുക്കൂന് നൽകിയിട്ട് വഖഫ് ചെയ്യണേ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പാരായണം നല്ല ഉഷാറായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്, അൽഹംദുലില്ലാ. يوم يرون الملائكة لا بشرى يومئذ للمجرمين ويقولون حجرا. ഓക്കെ, ഉഷാറായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്, അൽഹംദുലില്ലാ. يوم يرون الملائكة لا بشرى يومئذ للمجرمين ويقولون حجرا.
هجرا محجورا. ഓക്കെ, വയഖൂലൂന ഹിജ്റൻ മഹ്ജൂറ എന്ന് ഓതിയാൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. ഓക്കെ ഓക്കെ. ഓക്കെ, നല്ല ഗംഭീരമായിട്ട് പാരായണം ചെയ്തു. അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. ഓക്കെ, അപ്പോൾ അത് പാരായണം ഒന്നും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ചില ഭാഗങ്ങളൊക്കെ മിസ്റ്റേക്ക്. ഇപ്പം മിൻ അമലിൻ എന്നുള്ളത് മിൻ അമലിൻ എന്നാക്കി മാറ്റിക്കഴിഞ്ഞു, അവിടെ ഒന്ന് മണിച്ചു. പിന്നെ വഖദിംന ഇല എന്നുള്ള കുറച്ച് നീട്ടി. അപ്പം അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, നിയമങ്ങൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഹബാഅം മൻസൂറായി പോലെ ഹബാഅം മൻസൂറ. ഇല എന്നുള്ളത് മദ് തൊബിയാണല്ലോ, സാധാരണ മദ്ദല്ലേ, ശേഷം ആരുമില്ല, ഹംസാരും വന്നിട്ടില്ല. അപ്പോൾ അവിടെ മൻസൂറ എന്നുള്ള നൂന് മണിക്കാൻ കഴിയുമായിരുന്നു, അവിടെ മണിക്കാൻ കഴിയാത്തത് ഇതുകൊണ്ടാണ്. നമ്മൾ ചില ഭാഗങ്ങൾ അതിൻ്റെ ഓർഡർ തെറ്റിപ്പോയതാ. ഒന്നും കൂടി ഓതി. وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. ഹബാഅം മൻസൂറ. ഒന്ന് മണിക്കേണ്ട, ഒന്ന് വിട്ടുപോകുന്നുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഓക്കെ, ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. هباء منثورا. فتحة باء فتحة ألف مد متصل واجب 4 أو 5 حركات. حمزة تنوين بالفتحة. റെഡിയാണ്, പോട്ടാണ്ട്. തൻവീൻ ഫത്ഹ مدغمة في الميم المفتوحة بغن حركتين هباء نون ساكنة مخفى عند التاء مضمومة بغن حركتين واو مد طبيعي حركتان. منصوب راء فتحة مفخمة تنوين بالفتحة. ألف مد عوض حركتان عند الوقف. منثورا هباء منثورا. تهجي മനസ്സിലായില്ലേ? റ ഫത്ഹ മുഫഖമ അലിഫ് മദ് ഇവദ് ഹർക്കത്താൻ عند الوقف. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, ശുക്രൻ ജസീൽ. ഓക്കെ, നമ്മൾ നേരെ പുതിയ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. 14, 15, 16 ഹാലുകളാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. 14, 15, 16 ഹാലുകൾ. നമ്മൾ 13 ഹാലുകളാണ് പഠിച്ചിരുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഫത്ഹ, രണ്ടാമത്തേത് കസ്റ, മൂന്നാമത്തേത് ദമ്മ. അപ്പോൾ അതിന് ഷദ്ദ് കൊടുത്തതാണ് 11, 12, 13. അപ്പം നാലാമത്തതും അഞ്ചാമത്തേതും ആറാമത്തേനും എന്ത് കൊടുത്താൽ മതി, ഷദ്ദ് കൊടുത്തു കഴിഞ്ഞാൽ 14, 15, 16 ഹാലുകൾ കിട്ടി. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ് അത് പഠിക്കാൻ വേണ്ടിയിട്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേഗം പഠിച്ചിങ്ങേറ്റ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ ഒന്നാമത്തേത് നിങ്ങൾ 14-ാമത്തേതിന് ഷദ്ദ ഫത്ഹ അലിഫ് മദ്. ഷദ്ദ ഫത്ഹ, ഷദ്ദ കൂടി ഫത്ഹ അലിഫ് മദ് എന്തെങ്കിലും 4-ാമത്തെ ഹാലിൽ നമ്മൾ പഠിച്ചാണ്. ഈ ഹാലിൽ ഷദ്ദും കൂടി കൂട്ടാണ് ചെയ്യുന്നത്. 15-ാമത്താണ് ഷദ്ദ കസ്റ യാ മദ്, ഷദ്ദ ദമ്മ വാ മദ്. ഓക്കെ, ഇങ്ങനെ 3 എണ്ണമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്നും ഇങ്ങനെ എന്താണെന്ന് നോക്കാം. അപ്പം ബ ഫത്ഹ ബ ഷദ്ദ ഫത്ഹ അലിഫ് മദ്, ബ ഷദ്ദ ഫത്ഹ അലിഫ് മദ്. തൊബി ഹർക്കത്താനാണ്, തൊബിയാണോ അല്ല എന്നുള്ളത് ശേഷം വരുന്ന ഡിപ്പെൻഡാണ്. ഇവിടെ നമ്മൾ തൊബി ഹർക്കത്താൻ. ബബ്ബ 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 ബ ബ ബ ബ ബബ്ബ. പിന്നെ ബ ഫത്ഹ ബ
ബ ഷദ്ദ കസ്ര യാ മദ് തൊബി ഹർക്കത്താൻ ബബ്ബി ബബ്ബി. പിന്നെ ബ ഫത്ഹ ബ ബ ഷദ്ദ ദമ്മ വ മദ് തൊബി ഹർക്കത്താൻ ബബ്ബു. അപ്പോൾ ബബ്ബ ബബ്ബി ബബ്ബു ഇങ്ങനെ 3 14 15 16 ഹാലുകളാണ്. ഇനി ഞാൻ പറയുന്ന ഒരാൾ പിന്നെ ഇതൊന്ന് എന്ത് ചെയ്യണം, തഹജ്ജ് ചെയ്യണം. ഞാൻ 1-2 തഹജ്ജ് ചെയ്തു തരാം. ഇവിടെ തഹജ്ജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തഹജ്ജ് ചെയ്യേണ്ട ഭാഗത്ത് എന്ത് ചെയ്തിട്ടില്ല, ഷദ്ദനുള്ള ഹർഫ് മാത്രമാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ തഹജ്ജ് ചെയ്യുമ്പോൾ ഇപ്പം ഒന്നാമത്തേത് പിന്നെ ഞാൻ തഹജ്ജ് ചെയ്തു തരാം. ഹംസ ഷദ്ദ ഫത്ഹ അലിഫ് മദ് ബദലാണ് ഇവിടെ വരിക. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹംസ ഷദ്ദ ഫത്ഹ അലിഫ് മദ് ബദൽ മത്തൊബി ഹർക്കത്താൻ. ഇപ്പോൾ ബ പറയുകയാണെങ്കിൽ ബ ഷദ്ദ ഫത്ഹ അലിഫ് മദ് തൊബി ഹർക്കത്താൻ ബബ്ബ ബബ്ബ. ഓക്കെ. ഇനി ത ആണെങ്കിൽ ത ഷദ്ദ ഫത്ഹ അലിഫ് മദ് തൊബി ഹർക്കത്താൻ ത. ഇതേപോലെയാണ് പറയേണ്ടത്. ഞാൻ ആളെ പേര് വിളിക്കുകയാണ്, ഷിഫിൻ. ഫസ്റ്റ് ലൈന് കംപ്ലീറ്റ് ആക്കും. ഫസ്റ്റ് ലൈന് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ തത്ത വരെ പറഞ്ഞു. ഒരു മിനിറ്റ് സ പറയരുത്. അത് സ ഷദ്ദ ഫത്ഹ അലിഫ് മദ് തൊബി ഹർക്കത്താൻ സ അങ്ങനെ പറയണ്ട കേട്ടോ. ജീമിന്റെ ജീം ഷദ്ദ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ മദ് തൊബിഈ ഹർക്കത്താൻ ജീം എപ്പോഴാണ് മുഫഖമായത്? എൻ്റെ ഓർമ്മയില്ലല്ലോ. ജീമിന് എപ്പം മുതലാണ് മുഫഖമ കൊടുത്തത് തുടങ്ങിയത്? ഞാൻ കൽക്കലന്റെ മാറി പറഞ്ഞത്. ജീം ഷദ്ദ ഫത്ഹ അലിഫ് മദ് തൊബിഈ ഹർക്കത്താൻ ജജ്ജ ഹ ഷദ്ദ ഫത്ഹ അലിഫ് മദ് തൊബിഈ ഹർക്കത്താൻ ഹ ഖ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ മദ് തൊബിഈ ഹർക്കത്താൻ ഖ. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ. ഓക്കെ, അവിടെ പിന്നെ ഇത് വിട്ടുപോയിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. അടുത്ത ലൈന് പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നമ്മളുടെ ഇബ്രാഹിം സാർ കയറിയിട്ടുണ്ടല്ലോ. വലൈക്കും അസ്സലാം. രണ്ടാമത്തെ ലൈൻ ഒന്ന് തഹജ്ജ് ചെയ്ത് നോക്കൂ. ഇപ്പൊ ഷിഫിന് തഹജ്ജ് ചെയ്തതുപോലെ. ദാൽ ഷദ്ദ ഫത്ഹ അലിഫ് മദ് തൊബി ഹർക്കത്താൻ ദദ്ദ. ഓക്കെ, ശരിയാണോ? വെരി ഗുഡ്, അൽഹംദുലില്ലാ. ദാൽ ഷദ്ദ ഫത്ഹ അലിഫ് മദ് തൊബി ഹർക്കത്താൻ സദ്ദ. ഓക്കെ. റാ ഷദ്ദ ഫത്ഹ അലിഫ് മദ് തൊബി ഹർക്കത്താൻ ററ. റാഇന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? മുഫഖമ ഉണ്ട്, മുഫഖമ ഉണ്ട്. ഓക്കെ. റാ ഷദ്ദ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ ററ. സായ് ഷദ്ദ ഫത്ഹ അലിഫ് മദ് തൊബി ഹർക്കത്താൻ സസ്സ. സീൻ ഷദ്ദ ഫത്ഹ അലിഫ് മദ് തൊബി ഹർക്കത്താൻ സസ്സ. ഷീൻ ഷദ്ദ ഫത്ഹ അലിഫ് മദ് തൊബി ഹർക്കത്താൻ സസ്സ. സ്വാദ് ഷദ്ദ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ സസ്സ. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. അടുത്ത ആണുങ്ങളെ തന്നെയാണ് വിളിക്കുന്നത്. ضاد فتحة مفخمة ഷദ് ضاد شدة فتحة مفخمة ألف مد مفخمة ضاد മദ് തൊബി ഹർക്കത്താൻ مد طبيعي حركة ضاد شدة فتحة مفخمة ألف مد مخفمة ضاد شدة فتحة مفخمة ألف مد مفخمة مد طبيعي حركتان
ضد وعين شد فتحة مدت بحركتان غاء وعين شد فتحة مفخمة مد ألف مد مفخمة مدت بحركتان غاء فاء شد فتحة ألف مد بحركتان ففا شد فتحة مفخمة ألف مد مفخمة مضبوط بحلقتان ققا. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. കാഫ് ശദ്ദ ഫതഹ അലിഫ് മദ് തുബഈ ഹർക്കതാൻ കക്ക. ലാം ശദ്ദ ഫതഹ അലിഫ് മദ് തുബഈ ഹർക്കതാൻ ലല്ല. മീം ശദ്ദ ഫതഹ അലിഫ് മദ് തുബഈ ഹർക്കതാൻ മമ്മ. അവിടെ മീം നമ്മൾ എങ്ങനെയാ പറഞ്ഞിരുന്നത്? മീം ഹർഫ് ഗുന്ന മുഷദ്ദദ ബിൽ ഫത്ഹ അലിഫ് മദ് തുബഈ ഹർക്കതൈൻ അല്ല ഹർക്കതാൻ മമ്മ. മീം ശദ്ദ ഫതഹ ഷദ്ദല്ല, മീം ഹർഫ് ഗുന്ന മുഷദ്ദദ ബിൽ ഫത്ഹ അലിഫ് മീം ഹർഫ് ഗുന്ന മുഷദ്ദദ ബിൽ ഫത്ഹ مشددة بالفتحة അലിഫ് മദ് തുബഈ ഹർക്കതാൻ ألف مد طبيعي حركة മമ്മ. മമ്മ മദ്ദും കൂടി കൊടുക്കണം. മമ്മ കട്ടാക്കി പോകണ്ട. മമ്മ. ഓക്കെ. നൂന് നേരത്തെ പറഞ്ഞ പോലെ മീമ് പറഞ്ഞ പോലെ മീം പറഞ്ഞ തന്നെ. നൂൻ മുശദ്ദദ് ഹർഫ് ഗുന്ന മുശദ്ദദ ബിൽ ഫത്ഹ. نون حرف هن مشدد بالفتحة ألف بالفتحة ألف مد طبيعي حركة نن. ها شد فتحة ألف مد طبيعي حركة ها. واو شد فتحة ألف مد طبيعي حركة و. അനസ്ക മദ് കട്ട് ചെയ്താളുണ്ടോ നിങ്ങള്? അങ്ങനോട് മദ് എന്ന് പറഞ്ഞാൽ മുറിച്ചാളരുത്. മദ് എന്ന് പറയുമ്പോ ഇങ്ങനെ മദ് ഇങ്ങനെ ഫെയ്ഡ് ആയിട്ട് നിക്കലാണെന്ന്. മറ്റേത് കട്ട് ചെയ്യുമ്പോ എന്താണ് വവ്വ. നിങ്ങൾ ചിലപ്പോ മദ് വരുന്നുണ്ടാവും, പക്ഷെ അത് മുറിച്ചാളരുത്. വവ്വ മണിക്കാനല്ല പറഞ്ഞത്. വവ്വ 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 ഹ ഹ വവ്വ യയ്യ വവ്വ. യാ ശദ്ദ ഫതഹ അലിഫ് മദ് തുബഈ ഹർക്കതാൻ യയ്യ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ആഴ്ചത്തേക്കുള്ള വർക്ക് കൂടി ഇപ്പം തന്നെ തരാണ്. ഞാൻ നോട്ടൊന്നും വിടുന്നില്ല. വർക്ക് സിമ്പിളാണ്. ഇത് നിങ്ങളെല്ലാവരും ഈ കൃത്യമായിട്ട് തഹജ്ജി ചെയ്ത് അയക്കുക. ഇത് മൊത്തം തഹജ്ജി ചെയ്ത് അയക്കുക. എന്നിട്ട് എങ്ങനെ ഈ ഒരു പാട്ടും പാടണം. എങ്ങനെ ضد طط ضض غغ فف قق ككلل മമ്മനന്ന വവ്വയയ്യ. ഈ പാട്ടും പാടിങ്ങിയിട്ട് തഹജ്ജി ചെയ്ത് പാട്ടും പാടിങ്ങിയിട്ട് ഗ്രൂപ്പിലിടുക. ഇത് ഓരോന്നും. ഓക്കെ, നിങ്ങളെ വർക്ക് അതാണ് ഈ ആഴ്ചത്തെ. മറ്റേത് ഫുർഖാൻ പാരായണും അതിൻ്റെ ഇതും വേറെ ഉണ്ടാവും. നിങ്ങൾക്ക് മൊത്തത്തിൽ ചെയ്യാനുള്ള ഒരു വർക്ക് ഇതാണ്. ഇതിൽ 3 എണ്ണം ഉണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾ പഠിക്കുക. എങ്ങനെ ഈ ഒരു കെസ്ര യാമദിൻ്റെത് നിങ്ങൾ പഠിക്കുക. അതേപോലെ ദൊമ്മ വാമദിൻ്റെ നിങ്ങൾ തന്നെ പഠിക്കുക. ഏതെങ്കിലും ഒന്നിൻ്റെത് നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ വോയിസ് ആയിട്ട് ഇടുക. ഓരോന്ന് പറഞ്ഞിട്ട് വോയിസ് ആയിട്ട്, അല്ലെങ്കിൽ മൊത്തം പറയാൻ ഒരുപാട് ലെങ്തി ആവുമെങ്കിൽ ഒരു ലൈന് നിങ്ങൾ തഹജ്ജി ചെയ്യുക. അത് മുഫഹമുള്ള ലൈനായിക്കോട്ടെ. ദോദ് തോ ബോ ഐന് വൈന് ആ ഒരു റോ നിങ്ങൾ തഹജ്ജി ചെയ്തിട്ട് എങ്ങനെ ഇത് പറയുകയാണെങ്കിൽ ദോദ് ഷദ്ദ കസ്ര യ മദ്
ഇവിടെ പ്രശ്നമില്ല. ഇത് എന്തെങ്കിലും മുഫഹമ നമ്മൾ ഫത്ഹയിൽ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നമില്ല. ഇവിടെ പ്രശ്നം വരുന്നത് എവിടെ ആയിരിക്കും ഇവിടെ പ്രശ്നം വരിക എന്നുള്ളത് നിങ്ങൾക്കറിയല്ലോ. എവിടെയാണ് വരിക? റ ഷദ്ദ കസ്ര മുറക്കക്ക യാമദ് തൊബി ഹർക്കാൻ രി എന്ന് പറയുമ്പോൾ അത് മാത്രമാണ് ഇതിൽ പ്രശ്നം വരിക. ബാക്കിയുള്ളതൊക്കെ പറ്റുക. അപ്പോൾ ഫത്ഹയിലെ മുഫഹമയായിട്ടുള്ള ആ ലൈന്, മൂന്നാമത്തെ ലൈന് തഹജ്ജ് ചെയ്യുക ഇതേപോലെ. ശേഷം ആ ഒരു പാട്ട്, അതായത് പാട്ട് വെറുതെ പാടാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ മഖ്റജ് കൃത്യമായിട്ട് പാട്ട് പാടണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഇങ്ങനെ ഈ ബുബു എന്ന് പറഞ്ഞ് പോയാൽ പോരാ. അവിടെ ദാദും ത്വാഉം വാഉം ഗൈനും ഖാഫും റാഉം ഒക്കെ ഹെവി ആയിട്ട് തന്നെ വരണം. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം? നിങ്ങൾ തഹജ്ജ് ചെയ്തയക്കണം. ഓക്കെ. ഹംസ അലിഫ് വേണ്ട. ഹംസ ഷദ്ദ കസ്ര യാമദ് തൊബി ഹർക്കത്താൻ. ഹംസ കസ്ര ഷദ്ദ യാമദ് തൊബി ഹർക്കത്താൻ. ബാബ് ഷദ്ദ കസ്ര യാമദ് തൊബി ഹർക്കത്താൻ. ബിബി. താ കസ്ര ഷദ്ദ ഷദ്ദ കസ്ര താ ഷദ്ദ കസ്ര തബി ഹർക്കത്താൻ. തിത്തി. യ മദ് തൊബി ഹർക്കത്താൻ. തിത്തി. അടുത്ത പറഞ്ഞോളൂ. ഷദ്ദ കസ്ര യാ മദ് തബി ഹർക്കത്താൻ. സിസി. ജീം കസ്ര ഷദ്ദ യാ മദ് തബി ഹർക്കത്താൻ. ജിജി. ജീം കസ്ര എന്ന് പറയുമ്പോൾ അത് പിന്നെ മൂന്നാമത്തെ രണ്ടാമത്തെ ഹാലേക്ക് പോയി പോകും. നമ്മൾ ജീം ഷദ് കസ്ര നമ്മൾ 15ാമത്തെ ഹാലാണല്ലോ പറയുന്നത്. അപ്പോൾ ജീം ഷദ്ദ കസ്ര എന്നാണ്. ഷദ്ദ ആദ്യം വരിക. ജീം ഷദ്ദ കസ്ര യാ മദ് തൊബി ഹർക്കത്താൻ. ജീം ഷദ്ദ കസ്ര യാ മദ് തബി ഹർക്കത്താൻ. ജിജി. ഹാ ഷദ്ദ കസ്ര യാ മദ് തബി ഹർക്കത്താൻ. ഹിഹി. ഖാ ഷദ്ദ കസ്ര യാ മദ് തബി ഹർക്കത്താൻ. ഖി. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ രണ്ടാമത്തെ ലൈന് ജുബിത്ത. രണ്ടാമത്തെ ലൈന് തഹജ്ജീദ് ചെയ്തോളൂ. ദാലിന്റെ ലൈന്. ദാൽ ഷദ്ദ കസ്ര യാ മദ് തബി ഹർക്കത്താൻ. ദിദ്ദി. ദാൽ ഷദ്ദ കസ്ര യാ മദ് തബി ഹർക്കത്താൻ. ദിദ്ദി. റാ ഷദ്ദ കസ്ര മുറക്കക്ക യാ മദ് തബി ഹർക്കത്താൻ. രി. ദായ് ഷദ്ദ കസ്ര യാ മദ് തബി ഹർക്കത്താൻ. സിസി. സീൻ ഷദ്ദ കസ്ര യാ മദ്. സിസി. ഷീൻ ഷദ്ദ കസ്ര യാ മദ് തബി ഹർക്കത്താൻ. ഷിഷി. സ്വാദ് ഷദ്ദ കസ്ര യാ മദ് തബി ഹർക്കത്താൻ. മുഫഖമ പറയണമെന്നില്ല, കസ്റല്ലേ. സിസി. പക്ഷെ മുഫഖമ പാരായണത്തിൽ സിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിലേക്ക് വന്നു. ഓക്കെ. സന പർവീൻ അല്ലേ? അടുത്ത ലൈൻ ഒന്ന് തഹജ്ജ് ചെയ്യൂ. വാദ് ഷദ്ദ കസ്ര വി. വാദ് ഷദ്ദ കസ്ര യാ മദ് തബി ഹർക്കത്താൻ. ലില്ലി. അല്ലേ? ലില്ലി എന്ന് പറയുമ്പോൾ നാവ് എവിടെ ടച്ച് ചെയ്യുന്നത്? മുകളിലത്തെ പല്ലിന്റെ ബാക്കില്. അവിടെ ടച്ച് ചെയ്യാൻ പാടില്ലല്ലോ, നമുക്കറിയില്ല. അത് ദോദാണ്. ദോദ് എന്ന് പറയുമ്പോൾ നാവിന്റെ അരുനീളം 2 അണപ്പല്ലിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിനോട് മുട്ടിച്ചു കൊണ്ടാണ് പാരായണം ചെയ്യുന്നത്. ദോദ്. അതെ. ഷദ്ദ കസ്ര യാ മദ്
يا مد طبيعي حركتان طي و وال شدة كسرة يا مد طبيعي حركتان وي عين شدة كسرة يا مد طبيعي حركتان عين شدة كسرة يا مد طبيعي حركتان فا شدة كسرة يا مد طبيعي حركتان في قاف شدة قاف شدة كسرة يا مد طبيعي حركتان ഓക്കെ ഹെവി ടോൺ ആയതുകൊണ്ട് ചെറിയൊരു പ്രയാസം ഉണ്ടാവും. ഓക്കെ, ഉഷാറായിട്ട് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ. നജിലത്താത്ത ബാക്കി അവസാനത്തെ ലൈൻ ഒന്ന് തയ്യാർ ചെയ്യൂ. كاف شدة كسرة يا مد طبيعي حركتان كي لام شدة كسرة يا مد طبيعي حركتان للي ميم شدة كسرة يا مد طبيعي حركتان ميم شدة كسرة يا مد طبيعي حركتان ميم شدة كسرة يا مد طبيعي حركتان ميم حرف غنة مشددة ميم مشددة بالكسرة. بريدي لا بريدي ميم حرف غنة مشددة بالكسرة يا مد طبيعي حركتان ميم نون مشددة نون حرف مشددة بكسرة بالكسرة يا مد حركتان نيني ها كسرة ها شدة كسرة يا مد طبيعي حركتان هي واو شدة كسرة يا مد طبيعي حركتان وي يا شدة كسرة يا مد طبيعي حركتان يي. ഓക്കെ, വെരി ഗുഡ് അൽഹംദുലില്ലാ. നൂനും മീമിനും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, നമുക്ക് ആയത്തിലേക്ക് പോകാം. അപ്പം നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഷദ്ദ ഫത്ഹ അലിഫ് മദ് ആണ് ഒന്നാമത്തേത്. അപ്പം ഇയ്യാക നസ്സാഅതൻ. ഓക്കെ, ആരും മൈക്ക് ഓൺ ആക്കിയിട്ടിരിക്കണല്ലോ. ഓക്കെ, കേൾക്കണില്ല. ഞാൻ പരമാവധി അടുപ്പിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ആരോ മൈക്ക് ഓൺ ആക്കിയിട്ടാണ് കൂടുതൽ ഒരു ഇത് വരുന്നത്. ഓക്കെ, ഇയ്യാക ഷദ്ദ ഫത്ഹ അലിഫ് മദ് ഇയ്യാക നസ്സാഅതൻ കഫാറത്തുൻ ല ഗഫാറുൻ വഹാജൻ. ഇപ്പോൾ ഇയ്യാക്ക എന്നുള്ള തഹ്ജി ചെയ്യാൻ അലിഫ് ഹംസ കസ്ര ഇ യ ഷദ്ദ ഫത്ഹ അലിഫ് മദ് തബീഇ ഹർകതാൻ ഇയ്യാക ഫത്ഹ ക ഇയ്യാക നസ്സാഅതൻ നൂൻ ഫത്ഹ ന زاي شدة فتحة ألف مد طبيعي حركتان نزا عين فتحة ع نزاع تاء تنوين بالفتحة تن نزاعة അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഹ സാക്കിന ഇൻദൽ വഖഫ് നസ്സാഅ. പിന്നെ കഫാറത്തുൻ അത് വഖഫ് ചെയ്യുകയാണെങ്കിൽ കഫാറ. അപ്പോൾ ക ഫത്ഹ ക ഫ ഷദ്ദ ഫത്ഹ അലിഫ് മദ് തബീഇ ഹർകതാൻ കഫാറ ഫത്ഹ മുഫഖമ റ കഫാറ ഹ സാക്കിന ഇൻദൽ വഖഫ് കഫാറ. ഇങ്ങനെ ഓരോന്ന്. പിന്നെ വഹാജ എന്നുള്ളത് വഖഫ് ചെയ്യാൻ വഹാജൻ എന്നാണ്. വഖഫ് ചെയ്യാൻ വഹാജ. അപ്പോൾ വ ഫത്ഹ വ ഹ ഷദ്ദ ഫത്ഹ അലിഫ് മദ് തബീഇ ഹർകതാൻ വഹ ജീം ഫത്ഹ അലിഫ് മദ് ഇവദ് ഹർകതാൻ ഇൻദൽ വഖഫ് വഹാജ. ഓക്കെ, ഇനി ആയത്തിലേക്ക് പോവാം. ഇയ്യാക
ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇതിന്ന് ഞാൻ വേറൊരു ആയത്തിലേക്ക് നസാത്തും നമ്മൾ പറഞ്ഞത് തന്നെ, വഹാജനും പറഞ്ഞത് തന്നെയാണ്. ഓക്കെ. نون فتحة ألف بحركتان خفتها يلا خطان نون ساكن عند الوقف يلا خطان ശ്വാസത്തിന് പ്രശ്നമുണ്ട്, സുഖയില്ല. അതുകൊണ്ട് ഓക്കെ. ആയത്തൊന്ന് പാരായണം ചെയ്യൂ. അതിന് പാരായണം ചെയ്യാം. അങ്ങനെയല്ല പാരായണം ചെയ്യുന്നത്. ഫീഹിമാ ഐനാനി നദ്ദാഖതാൻ. നൂൻ എന്തിനാ മണിക്കുന്ന അവിടെ? അല്ലല്ല, ഒരു മിനിറ്റ്. എന്തിനാ? വേറില്ല, തഹജ്ജ് നിങ്ങൾ ചെയ്തു, ഞാൻ പാരായണം ചെയ്യാൻ പറഞ്ഞതാണ്. നൂൻ എന്തിനാണ് മണിക്കുന്നത്? ഫീഹിമാ ഐനാനി, മണിക്കണ്ട. ഫീഹിമാ ഐനാനി നദ്ദാഖതാൻ, അങ്ങനെ പാരായണം ചെയ്യൂ. ഓക്കെ, അയിനെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. ലാം ഫത്സ ല, ഐൻ ഫത്സ മുഖഫമ, ലഗ, ഫാ ശദ ഫത്സ അലിഫ് മദ് ബി ഹറകതാൻ, ലഗ ഫാ റാ തൻവീൻ ലമ്മ, ലഗഫാറൻ. ഞാൻ ആയത്തൊന്ന് പാരായണം ചെയ്തു. وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى. ഓക്കെ, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. ഇൻഷാല്ലാ. ഓക്കെ, ഇനി ഷദ്ദ കസ്ര യാമദാണ്. ننجيك ഓക്കെ. നൂൻ ഉള്ളമാനു, നൂൻ ഫത്ഹ നൂന നൂന, ജീം ശദ്ദ കസ്ര യാ മദ് തബി ഹർകത്താൻ നജ്ജി നുനജ്ജി, കാ ഫത്ഹ കാ നുനജ്ജിക. ഓക്കെ, അൽഹംദുലില്ലാ. ആയത്ത് പാരായണം ചെയ്തു. എന്റെ ഡിസ്പ്ലേ പോയി മൊബൈലിന്റെ കാണില്ലേ? ഓക്കെ. فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون. ഓക്കെ, അൽഹംദുലില്ലാ. ഒന്നുകൂടി ഓതിക്കോളി. ഓ ഡിസ്പ്ലേ ഓക്കെ. فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. അൽഹംദുലില്ലാ, അല്ലാഹു ഖൈർ നൽകട്ടെ. ശുക്രൻ, ജസാക്കല്ലാഹ്. ويمنيهم. Yes, very good. واو فتحة و يا لما يو ميم فتحة ما يوما نون حرف غنة مشددة بالكسرة مني يا مد طبيعي حركتان مني ها كسرة هي يمنيه ميم سكون هم
വയുമന്നീഹിം ആയത്ത് പാരായണം ചെയ്യൂ. യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹുമുശ്ശൈത്താൻ വമാ യഇദുഹുമുശ്ശൈത്താനു ഇല്ലാ ഗുഫൂറാ. നല്ലോ നോക്കിയിട്ട് ഒന്നും കൂടി ഓതി നോക്കി, തെറ്റിക്കണല്ലോ ഇടോ. ഗുഫൂറന്നല്ലല്ലോ, ഗുറൂറന്നല്ലേ? യഇദുക്കും എന്നാണോ? മൊബൈലിൽ കാണുന്നില്ല എന്ന് തോന്നുന്നല്ലേ? എന്താ തിരക്കിലാണോ? ഇല്ല, ഞാൻ എനിക്ക് പെട്ടെന്ന് ബേജാറായിട്ടാണ്. യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹുമുശ്ശൈത്താനു ഇല്ലാ ഗുറൂറാ. ഓക്കെ, അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീക. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. റബ്ബാനിയീന റബ്ബാനിയീന റ ഫത്ഹ മുഫഖമ റ ബ ഷദ്ദ ഫത്ഹ അലിഫ് മദ് തബഈ ഹർകതാൻ റബ്ബ നൂൻ കസ്ര നി റബ്ബാനി യ ഷദ്ദ കസ്ര യ മദ് തബഈ ഹർകതാൻ റബ്ബാനിയീ നൂൻ ഫത്ഹന റബ്ബാനിയീന. ഓക്കെ, ആയത്ത് പാരായണം ചെയ്യാൻ നിൽക്കുന്നില്ല. ഇനി നിങ്ങൾ എന്താ പറയുക, ഇന്ന് പെട്ടെന്ന് നിർത്താണ് ഞാൻ. കൂടുതൽ ഇന്ന് നമ്മളെ ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധ ദൊമ്മ വരുന്ന സമയത്ത് ഇപ്പോൾ തുഹിബൂനഹ, അപ്പോൾ ത ദൊമ്മ തു ഹ കസ്ര ഹി തുഹി ബ ഷദ്ദ ദൊമ്മ വമദ് തബഈ ഹർകതാൻ തുഹിബൂ നൂൻ ഫത്ഹാന തുഹിബൂന ഹ ഫത്ഹ അലിഫ് മദ് തബഈ ഹർകതാൻ തുഹിബൂനഹ. ഓക്കെ, അങ്ങനെ അത് തഹജ്ജി പഠിക്കുക. ആയത്തുകളുണ്ട് ഒരുപാട്, കുറച്ച് ആയത്തുകളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ ഉണ്ടായിരുന്നു. പക്ഷെ ആരും പാരായണം ചെയ്യാൻ വരുന്നില്ല. അപ്പം ഇന്ന് നമ്മൾ പഠിച്ച വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14, 15, 16 ഹാലുകളാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, 20 ഹാലുകളാണ് നമുക്ക് ടോട്ടൽ പഠിക്കാനുണ്ടായിരുന്നത്. നമ്മൾ ഏകദേശം എവിടെ എത്തിയിട്ടുണ്ട്? അത്തയ്യാത്തിലെത്താനായിട്ടുണ്ട്. അതായത് 16-ാമത്തെ 14, 15, 16 ഹാലുകൾ കഴിഞ്ഞു. ഇനി വെറും 4 ഹാലുകളാണ് പഠിക്കാനുള്ളത്. ആ 4 ഹാലുകളിൽ ഒരുപാട് നിയമങ്ങളും പഠിക്കാനുണ്ട്. മദ്ദുകളെക്കുറിച്ച് പഠിക്കാനുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള മദ്ദുകളെക്കുറിച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പം ഇത്രയും പഠിച്ച ഭാഗങ്ങൾ ക്ലിയർ ആക്കുക. ഇനി പരീക്ഷയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട്. റമദാനിൽ മിക്കവാറും ക്ലാസ് ഉണ്ടാവില്ല, കാരണം എന്നെ എടുക്കാൻ പറ്റുന്നൊരു സമയം എങ്ങനെ ആയാലും ഉണ്ടാവില്ലല്ലോ. നിസ്കാരവും വൈകുന്നേരം സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കായിരിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ ആലോചിച്ചിട്ട് ചെയ്യാം. റമദാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം ഒക്കെ അടുത്ത മാസത്തിൻ്റെ ഉള്ളിൽ പരീക്ഷയും നടക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠനത്തിൽ സജീവരാകുക. പരീക്ഷ വരാനുണ്ട്, വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒന്ന് നിങ്ങൾ ഉത്സാഹിച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. തഹജ്ജൊക്കെ ഫസ്റ്റ് മുതൽ തന്നെ തഹജ്ജ് ചെയ്യുക. ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഒരു ഭാഗം നിങ്ങൾ അതിൽ തഹജ്ജ് ചെയ്തു നോക്കുക. ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ, പഠിക്കാത്തത് തഹജ്ജ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ തഹജ്ജ് ചെയ്തു. അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാവും. തഹജ്ജി എന്ന് പറയുന്നത് ഖുർആൻ പാരായണ പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ, ഒരു ഉപകരണം മാത്രമാണ്. അതിൽ കവിഞ്ഞ പ്രാധാന്യം അതിന് കൊടുക്കേണ്ടതില്ല. അതിലൂടെ നമുക്ക് ഒരു നിയമത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കഴിയും. ഇപ്പോൾ ഒരു മദ് കാണുകയാണ്, ആരെങ്കിലും ചോദിക്കുക ഇതെന്താണ്, ഇത് മദ് മുത്തസിലാണ്, വാജിബാണ്, കാരണം എന്താണ്, അത് ഇത്ര നീട്ടണം എന്ന് നമുക്ക് പറയാൻ ഈ പഠനം കൊണ്ട് നമുക്ക് സഹായകരമാകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഖുർആൻ പാരായണം എല്ലാവരുടെ പാരായണത്തിലും കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഓരോരുത്തരെ നമ്മൾ ഫസ്റ്റ് മുതൽ നോക്കുമ്പോൾ ഇപ്പോഴും വരുന്ന സമയത്ത് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കൂടുതൽ അതിനെ റെഡിയാക്കി എടുക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്ത് ഫുർഖാനിലെ 25 മുതൽ 30 വരെയുള്ള ആയത്തൊന്ന് കേൾക്കാം നമുക്ക്, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അടുത്ത ആഴ്ചത്തേക്കുള്ളതാണ്, പഠിക്കുക. ഓക്കെ.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم تشقق السماء بالغمام ونزل الملائكة تنزيلا. الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا. يا ويلتى ليتني لم أتخذ فلانا خليلا. لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പം നമ്മൾ എന്താ പറയുക, ഈ ആയത്തിൽ അവസാനം പറഞ്ഞ ഒരു ഭാഗമാണ് എൻ്റെ രക്ഷിതാവ് എൻ്റെ ജനങ്ങൾ ഈ ഖുർആനിനെ വർജിക്കപ്പെട്ടതാക്കി കളഞ്ഞു എന്ന അവസ്ഥ വരാതിരിക്കാൻ ഖുർആനിനെ കൂടുതൽ സ്നേഹിക്കുക. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് വരാൻ പോകുന്നത്, പരിശുദ്ധ റമദാൻ മാസം. അപ്പം കൂടുതൽ സജീവരാകുക, ഖുർആൻ പഠനത്തിൽ പാരായണത്തിലൊക്കെ കൂടുതൽ സജീവമാകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ ഒരുപാട് പേര് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അവർക്കൊക്കെ അള്ളാഹു എളുപ്പത്തിൽ ഷിഫ കഷ്ഫ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.